ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നിങ്ങൾ നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പഠിച്ചു പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ പഠിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പെൻഡിങ് ആവും. പെൻഡിങ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഫോളോ അപ്പ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഒരു മെജോറിറ്റി ഏരിയ കവർ ആയിക്കൊണ്ടിരിക്കുവാണ്. സാലറി ഇന്ന് കംപ്ലീറ്റ് ആവും. സാലറി കഴിഞ്ഞ ഒരു ചാപ്റ്ററും കൂടെ ഇന്ന് ചെയ്യും. സോ നമ്മുടെ മെജോറിറ്റി ഏരിയാസ് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. നിങ്ങളും ഇപ്പം കൂടെ തന്നെ പഠിച്ചു പോകണം. ഞാനത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നതിന് കാര്യം, നമ്മൾ ഈ ഒരു ക്രാഷ് അറ്റൻഡ് ചെയ്യുന്നത് എപ്പോഴും എഫക്റ്റീവ് ആകുന്നത്, അതായത് ഒരു ക്രാഷ് ഒരു പ്രോപ്പർ എഫക്റ്റീവ്നെസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ റെഗുലർലി പഠിച്ചു പോകണം. ഓക്കെ, റെഗുലർലി പഠിച്ചില്ലെങ്കിൽ ക്രാഷിൻ്റെതായ ഒരു എഫക്റ്റീവ്നെസ് നമുക്ക് വരില്ല. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ചെയ്ത് നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റിലുണ്ട്, അതും എടുത്ത് ഒന്ന് പഠിക്കുക. അത്രയും ചെയ്താൽ മതി. ഡി ടി മാർക്ക് മേടിക്കാൻ പറ്റും. ഡി ടി ഒരു 60 അബവ് മേടിക്കണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ റിവിഷൻ നോട്ട്സ് നന്നായിട്ട് പഠിക്കണം. പിന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം. അതൊരിക്കലും ഇഗ്നോർ ചെയ്യല്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ആണത്. നമ്മുടെ ICMA ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാലേ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരുന്നതെന്ന് നമുക്കൊരു പ്രാക്ടിക്കൽ ഐഡിയ കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണമെന്ന് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത്. പിന്നെ 1-2 സ്റ്റുഡൻസ് ചോദിച്ച ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി ചോദിച്ചായിരുന്നു. ഞാനത് പറഞ്ഞ പോയിന്റുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, ഞാനത് ക്ലാരിഫൈ ചെയ്ത് തരാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലും ഞാനത് ചെയ്തു തരാം. നിങ്ങളുടെ തന്നെ വീക്ക് ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുക, വീക്ക് ഏരിയാസിന് കൂടുതൽ ടൈം കൊടുക്കുക. ആ രീതിയിലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. അത്യാവശ്യമാണ്, അതിന് സമയമില്ല. ഓക്കെ, സ്റ്റഡി പ്ലാൻ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇനിയിപ്പം ഓരോ ദിവസം കഴിയും തോറും എക്സാം അത്രയും കൂടെ അടുത്തടുത്ത് വരുവാണ്. 2 അറ്റംപ്റ്റും കൂടെ ഉള്ളൂ. ഈ ചിന്ത എപ്പോഴും മനസ്സിൽ വേണം. ഓക്കെ, നമുക്കെന്നാ ഇന്ന് ക്ലാസ് തുടങ്ങാം. മെറ്റീരിയൽസ് എടുത്തോളുക. സാലറി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് വരുവാണ്. അലവൻസസ് കവർ ചെയ്തു, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കവർ ചെയ്തു. ഇനി നമുക്ക് കവർ ചെയ്യാനുള്ളത് പെർക്വിസിറ്റ്സ് ആണ്. പെർക്വിസിറ്റ്സ് തന്നെ നമ്മൾ റെന്റ് ഫ്രീ അക്കോമഡേഷൻ ഒക്കെ കവർ ചെയ്തു. പിന്നെ മോട്ടോർ കാർ വാല്യുവേഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് മോട്ടോർ കാർ നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എംപ്ലോയിക്ക് ആ മോട്ടോർ കാർ ഉപയോഗിക്കാം. ഓക്കെ, ഓണർഷിപ്പ് ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷെ ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നത് നിസ്സാര കാര്യമല്ല, അത് നല്ലൊരു ബെനിഫിറ്റ് അല്ലേ. ഇങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ എംപ്ലോയിക്ക് പുതിയൊരു വണ്ടി തൽക്കാലം മേടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നല്ലൊരു ബെനിഫിറ്റാണ് കിട്ടുന്നത്. പക്ഷേ ഈ കിട്ടുന്ന ബെനിഫിറ്റിന് ടാക്സ് അടയ്ക്കണം. അതിനടയ്ക്കേണ്ട ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ അത് എത്ര രൂപയ്ക്കുള്ള അല്ലെങ്കിൽ എന്ത് വാല്യൂ ഉള്ള പെർക്വിസിറ്റ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അതിനുള്ള ടാക്സ് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇൻകം ടാക്സ് നമ്മൾ അടയ്ക്കണം. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഓക്കെ. സോ ഓൺഡ് ഓർ ഹയർഡ് ബൈ എംപ്ലോയർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ഓൺഡ് ബൈ എംപ്ലോയി ആൻഡ് റണ്ണിങ് എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ദെൻ ഓക്കെ, റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് എംപ്ലോയർ മീറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വെഹിക്കിൾ ആണെങ്കിൽ പെർക്യൂസിറ്റ് വാല്യുവേഷൻ ഒന്നും വരുന്നില്ല. ഫുള്ളി പ്രൈവറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്ന വെഹിക്കിൾ ആണെങ്കിൽ പെർക്യൂസിറ്റ് വാല്യുവേഷൻ വരുന്നത് ആക്ച്വൽ എക്സ്പെൻസസ് ഇൻകേർഡ്. ഇനി പാർട്ട്ലി ഫോർ ബിസിനസ് ആൻഡ് പാർട്ട്ലി ഫോർ പ്രൊഫഷൻ ആണെങ്കിൽ പെർക്യൂസിറ്റ് വാല്യൂ വരുന്നത് total actual expense less 1,800 if the engine capacity is less than 1.6 liter, and you should reduce rupees 2,400 if the engine capacity is more than 1.6 cc, 1.6 liter. Okay, that is engine cubic capacity. പിന്നെ ഡ്രൈവറിനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഒന്ന് കുറയ്ക്കാൻ നമുക്ക് പറ്റും. ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണോ അതാണ് പെർക്വിസിറ്റ് വാല്യൂ. പക്ഷെ അതിൽ നമുക്ക് ഈ 2 കാര്യങ്ങൾ കുറയ്ക്കാം. നെക്സ്റ്റ് വൺ, നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം.
പ്രോബ്ലം ചെയ്ത് പഠിക്കണം. പ്രോബ്ലം ചെയ്ത് കൺസെപ്റ്റും വായിച്ച് പ്രോബ്ലം ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റും. സോ പെർക്യൂസീവ് വാല്യുവേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഇത് കവർ ചെയ്യും. സാലറി ഹെഡ് നമ്മൾ ഇന്ന് കവർ ചെയ്യും. നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ മാക്സിമം ഇന്ന് പോകും. അടുത്ത 2 ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ സിലബസ് ഒന്ന് കവറായി കിട്ടും. ഓക്കെ. സോ സമയം ഇല്ല. നിങ്ങൾക്കിനി പഠിക്കാനുള്ള സമയമേ ഉള്ളൂ എക്സാമിന്. സോ നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ കവർ ചെയ്ത് പോവുക. ഇതുവരെ നിങ്ങൾ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്നെങ്കിലും തുടങ്ങുക. നാളെ ഒരു ഞായറാഴ്ചയാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി. സോ പകൽ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ആവശ്യമാണ്. പിന്നെ ഇത്തവണ ബൈ എനി ചാൻസ് ഇത്തവണ നമുക്ക് എക്സാം കിട്ടിയില്ലെങ്കിലുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. നിങ്ങളത് മറന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ കാര്യം ഓർമ്മിപ്പിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. നിങ്ങളത് തനിയെ ചെയ്യണം. ഓക്കെ. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ car is owned by employee. Car is owned by employee, but running and maintenance expenses are paid by employer. Total running and maintenance expenses amount to rupees 40,000. 40. ഓക്കെ. അപ്പൊ ഈ 40,000 റുപ്പീസ് നമ്മുടെ എംപ്ലോയർ ആണ് പേ ചെയ്തേക്കുന്നത്. എംപ്ലോയിക്ക് ഈ എമൗണ്ട് പേ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ഉണ്ടായിട്ടില്ല. എനിവേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കാർ ഈസ് യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സണൽ പർപ്പസസ് ഓഫ് employee. Car is used only for the personal purposes of employee. Come on, tell me the value of perquisite. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം കേട്ടോ. നിങ്ങളിങ്ങനെ മിണ്ടാതിരിക്കല്ലേ. ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പ്രൊവിഷൻ റെഫർ ചെയ്യുക. പക്ഷേ ആൻസർ കണ്ടുപിടിക്കുക. So car is used completely for personal purposes of employee. Tell me the value of perquisite. എന്താണ്? പെർക്വിസിറ്റ് വാല്യൂ എത്ര വരും? പറയൂ. ക്ലാസ്സിൽ ആരൊക്കെയുണ്ട് ഇന്ന്? അഖീലയുണ്ട്, ഇഷയുണ്ട്, മഞ്ജു ഉണ്ട്, സയാൻ, റഫീഖ് ഉണ്ട്. ഓക്കെ, ആൻസർ പറയൂ. Car is owned by employee, but repairs and maintenance expenses are paid by employer. Total repairs and maintenance expenses amount to rupees 40,000. Okay. So first case, personal. The car is used only for the personal purposes of employee. Perquisite value എത്ര വരും? പറയൂ. Total repairs and maintenance is rupees 40,000. പറയൂ.
റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് എത്ര വരും? പെർക്വിസിറ്റ് വാല്യൂ എത്ര വരും? റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് അല്ല, പെർക്വിസിറ്റ് വാല്യൂ. അതെ, 40,000 rupees തന്നെ. ശരിയാണ്. Okay, so the entire amount of 40,000 will be perquisite. That is taxable perquisite. Next one. The car is used only for official purposes. Tell me the value of perquisite to be taxed in the hands of this employee. പറയൂ. Not taxable. Nil. Next one. The car is used Next one. The car is used partly for official purposes and personal purposes. So this car is used for official purposes and personal purposes. Okay, നമുക്കൊരു ഇൻഫർമേഷൻ കൂടെ വേണം അതിന് ആൻസർ കൊടുക്കണമെങ്കിൽ. എന്താണ് ഇൻഫർമേഷൻ? എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കണമെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷൻ കൂടെ കിട്ടാനുണ്ട്. ഏത് ഇൻഫർമേഷൻ എനിക്ക് കിട്ടാനുള്ളത്? Partly for official purpose and partly for personal purpose. Yes, CC, that is cubic capacity. Let's say cubic capacity is more than cubic capacity is less than cubic capacity is more than 1.6 liter. കണ്ടുപിടിക്കുക. Compute the value of taxable perquisite. Compute the value of taxable perquisite. പറയൂ കണ്ടുപിടിക്കൂ. ടാക്സബിൾ പെർക്വിസിന്റെ വാല്യൂ അറിയണം. 2,400 പെർ മന്ത് എന്ന് പറയുന്നത് നമ്മുടെ റെഡ്യൂസ് ചെയ്യേണ്ട എമൗണ്ട് അല്ലേ? അപ്പൊ ടാക്സബിൾ പെർക്വിസിറ്റ് എത്ര വരും? ടാക്സബിൾ പെർക്വിസിറ്റ് എത്ര വരും? അതാണ് അറിയേണ്ടത്. പറയൂ. ടോട്ടൽ എക്സ്പെൻസസ് പെയ്ഡ് നമുക്കറിയാം. ടോട്ടൽ എക്സ്പെൻസസ് എത്രയായിരിക്കുന്നത്? 40,000 rupees. ഓക്കെ, 40,000 ആണ് ടോട്ടൽ എക്സ്പെൻസസ്. ആ ഇൻഫർമേഷൻ മാത്രം മതിയോ? പോരാ. അതിന്റെ കൂടെ നമുക്കൊരു ഇൻഫർമേഷൻ, അതിന്റെ കൂടെ നമുക്ക് ഒരു എമൗണ്ട്, സർട്ടൈൻ എമൗണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നമ്മുടെ ടാക്സബിൾ പെർക്വിസിറ്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് കുറയ്ക്കേണ്ടത്? പറയൂ. ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത്, സിൻസ് ദി cubic capacity, that is the engine capacity, is more than 1.6 liter, the amount to be considered is 2,400 per month. സോ ടോട്ടൽ എക്സ്പെൻസ് ഉണ്ടായിരിക്കുന്നത് ഇവിടെ 40,000 rupees ആണ്. നമുക്ക് ഈ 40,000 rupees നിന്ന് കുറയ്ക്കാൻ പറ്റും. 40,000 minus 2,400 into 12. This will give us 11,200. Yes, ആൻസർ കറക്റ്റ് ആണ്.
ഇത്രയേ ഉള്ളൂ. ഈ കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. നെക്സ്റ്റ് വൺ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തേക്കാം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, ശ്രദ്ധിക്കുക, ആൻസർ പറയണം. സോ ഗിവൺ ഇൻഫർമേഷൻ ഈസ് employee is provided with a car having capacity of less than 1.6 liter cc. Then he is also given a driver. He is also provided with a driver. He uses this car for both personal and official purposes. Total expenses incurred in the previous year. Total running and maintenance expenses reimbursed is something like 60,000. ഓക്കെ 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 ഒരു ക്ലാരിഫിക്കേഷൻ ഉള്ളത്, കാറിന്റെ ഓണർഷിപ്പ് നമ്മുടെ എംപ്ലോയിക്ക് തന്നെയാണ്. ഓക്കെ, കാറിന്റെ ഓണർഷിപ്പ് എംപ്ലോയിക്ക് തന്നെയാണ്. നമ്മുടെ കാറിന്റെ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് ആണ് നമ്മുടെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്നത്. ടോട്ടൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസസ് ഈ 60,000 റുപ്പീസ്. എനിക്കറിയേണ്ടത് ഡ്രൈവറും ഉണ്ട്. എനിക്കറിയേണ്ടത് കമ്പ്യൂട്ട് വാല്യൂ ഓഫ് ടാക്സബിൾ പെർക്വിസിറ്റ്. കമ്പ്യൂട്ട് ചെയ്യുക. അതിനാവശ്യമായ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ലെസ് ദാൻ 1.6 ലിറ്റർ ആണ് കേട്ടോ. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്യുക. ആവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം ഇവിടെയുണ്ട്. ഡ്രൈവറും ഉണ്ട്, അതാണ് നമുക്ക് ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ളത്. കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി. യെസ്, എംപ്ലോയിക്കാണ് ഓണർഷിപ്പ്. ഓക്കെ, ഇതിന്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് നമ്മുടെ എംപ്ലോയർ പേ ചെയ്യും. ഓക്കെ, കമ്പ്യൂട്ട് ചെയ്യാം. ആൻസർ നോക്കാം. സോ ടോട്ടൽ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ്, സോറി റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ്, എനിക്ക് എപ്പോഴും ഈ റിപ്പയർസ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് വരുന്നത്. ഓക്കെ, സോ ടോട്ടൽ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് ഈസ് 60,000. എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1.6 ലിറ്റർ. ഓക്കെ, സോ we can reduce 1,800 into 12, that is 21,600 കുറയ്ക്കാം. പിന്നെ ഡ്രൈവറിനെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിന്റെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും 900 into 12. ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ എമൗണ്ട് കുറയ്ക്കാൻ പറ്റൂ, ഡ്രൈവർ ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ഓർത്തോണം. 900 into 12, that is 10,800. So the taxable value of perquisite is 27,600. യെസ്, കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്. 27,600. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ലീവ് ട്രാവൽ കൺസെഷൻ അതാണ് നമ്മുടെ അടുത്ത പെർക്വിസിറ്റ്, കോമൺലി നോൺ ആസ് LTC. ലീവ് ട്രാവൽ കൺസെഷൻ. Can someone tell me what is leave travel concession?
അറിയാമോ? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? ലീവ് ട്രാവൽ കൺസെഷൻ എന്താ? ലീവ് ട്രാവൽ കൺസെഷൻ LTC അറിയില്ലേ? ലീവ് ട്രാവൽ കൺസെഷൻ എന്താണെന്ന് അറിയില്ലേ? ഏയ്, വലിയ കോംപ്ലിക്കേറ്റഡ് കൺസെപ്റ്റ് ഒന്നും അല്ലല്ലോ. ലീവ് ട്രാവൽ കൺസെഷൻ എന്തെങ്കിലും ഒരു എക്സാമ്പിളോ? ഒന്നുമില്ല, ഒരു പിടുത്തവും ഇല്ല. എംപ്ലോയീസ് ജേർണി എക്സ്പെൻസസ് മെറ്റ് ബൈ എംപ്ലോയർ. അത് ശരിയാണ്. ഓക്കെ, ആ ഒരു മീനിങ് തന്നെയാണ് അതിന് വരുന്നത്. ബേസിക്കലി ഒരു ഓക്കെ, സോ ഈ പറയുന്ന പോലെ നമ്മുടെ എംപ്ലോയിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ പോകാം. ആ യാത്രയ്ക്ക് ഉണ്ടാകുന്ന ചെലവുകൾ നമ്മുടെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ലീവ് ട്രാവൽ കൺസെഷൻ എന്ന് പറയുന്നത്. നമ്മുടെ പർപ്പസിന് ഈ ഒരു പെർക്വിസൈറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 3-4 ടൈപ്പ് നമുക്കിത് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. 3-4 ടൈപ്പിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഈസ് ജേർണി ഈസ് പെർഫോംഡ് ബൈ എയർ. അതായത് എയർ ട്രാവൽ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്യും. ബേസിക്കലി എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്യുമല്ല. ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയാനാണെങ്കിൽ ലെറ്റ്സ് സേ നമ്മുടെ ഒരു ഓർഗനൈസേഷനിൽ സീനിയർ എംപ്ലോയീസിന് ഇങ്ങനെ ഒരു പെർക്വിസിറ്റി കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വർഷത്തിലൊരിക്കൽ പോകാം. പോകുന്നതിനുണ്ടാകുന്ന എക്സ്പെൻസ് കംപ്ലീറ്റ്ലി കമ്പനി തന്നെ പേ ചെയ്തോളും. ഓക്കെ, ഇവർക്ക് പേയ്മെന്റിനെ പറ്റിയൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് പെർക്വിസിറ്റ് വാല്യുവേഷൻ ആണ് അറിയേണ്ടത്. പെർക്വിസിറ്റ് വാല്യുവേഷൻ പറയുന്നത് ഇഫ് ദി ജേർണി ഈസ് പെർഫോംഡ് ത്രൂ എയർ, then value of perquisite will be amount of economy class fare of national carrier by the shortest route. Okay, so journey is performed through air. In that case, value of perquisite will be amount of economy class fare. Economy class നമുക്ക് significance ഉണ്ട്. ഇനി ഏതെങ്കിലും എയർലൈൻ ആണോ? കിങ്ഫിഷർ ആണോ? അല്ല, നാഷണൽ കാരിയർ മീൻസ് ഇറ്റ് ഈസ് സ്റ്റിൽ എയർ ഇന്ത്യ. പറഞ്ഞു വരുമ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മുടെ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ നാഷണൽ കാരിയർ എന്ന് നമ്മൾ കരുതുന്നത് ഇപ്പോഴും എയർ ഇന്ത്യനെ തന്നെയാണ്. ബൈ ദി ഷോർട്ടസ്റ്റ് റൂട്ട്. ഓക്കെ, ഷോർട്ടസ്റ്റ് റൂട്ട്, ഈ ഒരു ഡിസ്റ്റൻസ് ഏറ്റവും ഷോർട്ടസ്റ്റ് എയർ റൂട്ടിൽ കൂടെ കവർ ചെയ്യുന്നതിന്റെ വാല്യൂ, അതാണ് കവർ ചെയ്യുന്നതിന് ഉണ്ടാകുന്ന എമൗണ്ട്, അതാണ് നമ്മുടെ പെർക്വിസിറ്റ് വാല്യൂ. അത്രയും പഠിച്ചാൽ മതി. നെക്സ്റ്റ് വൺ, ജേർണി ഈസ് പെർഫോം ത്രൂ റെയിൽ, ഇന്ത്യൻ റെയിൽവേ. അങ്ങനെയാണെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു AC ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ. ഇവിടെ ആസ് യൂഷ്വൽ ഓഫ് ദി ഷോർട്ടസ്റ്റ് റൂട്ട്. നെക്സ്റ്റ് വൺ, ജേർണി ഈസ് പെർഫോം ത്രൂ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഓർക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലൈക്ക് ഓക്കെ, റെയിൽവേ ഫെസിലിറ്റി ഉണ്ട്, പക്ഷെ നമുക്ക് റെയിൽവേ ഫെസിലിറ്റി എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്, പക്ഷെ നമ്മൾ അത് ആലോചിക്കുന്നില്ല. നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് പോകുന്നത്, അല്ലെ നമ്മളൊരു ടാക്സി പിടിച്ചാണ് പോകുന്നത്. ഓക്കെ, ഇൻ ദാറ്റ് കേസ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വിൽ ബി സെയിം, AC ഫസ്റ്റ് ക്ലാസ് ഫെയർ ഓഫ് ദി ഷോർട്ടസ്റ്റ് റൂട്ട്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഈ ഒരു കേസിൽ തേർഡ് കേസ് ഓർക്കണം, റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, റെയിൽവേ കണക്ടിവിറ്റി ഉണ്ട്.
Next one. Okay, there is no railway connectivity. Railway connectivity ഇല്ലാത്ത സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ട്. ഓക്കെ, സോ റെയിൽവേ കണക്ടിവിറ്റി ഇല്ല എങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഇവിടെ നോക്കണം. ഫസ്റ്റ് വൺ, ദർ ഈസ് എ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അവിടെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ വാല്യൂ പ്രിക്വസിറ്റ് വിൽ ബി ഫസ്റ്റ് ക്ലാസ് ഓർ ഡീലക്സ് ക്ലാസ് ഫെയർ. ഫസ്റ്റ് ക്ലാസ് ഓർ ഡീലക്സ് ക്ലാസ് ഫെയർ ബൈ ഷോർട്ടസ്റ്റ് റൂട്ട്. നമ്മുടെ ഡീലക്സ് ബസ്സിനൊക്കെ അവിടെ ഉദ്ദേശിക്കുന്നത് ഡീലക്സ് ബസ് നമുക്ക് ഇടയ്ക്ക് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഈ ബാംഗ്ലൂരൊക്കെ പോകാനൊക്കെ ഉണ്ടല്ലോ. നെക്സ്റ്റ് വൺ, സോ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എക്സിസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് കേസ്, ദർ ഈസ് നോ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഇൻ ദാറ്റ് കേസ് എന്ത് ചെയ്യും? സിമ്പിൾ ആണ്. നമുക്ക് ഡയറക്ട്ലി വാല്യൂ പ്രിക്വസിറ്റ് വിൽ ബി എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് റെയിൽ ഫെയർ. റെയിൽവേ കണക്ടിവിറ്റി ഇല്ല, പക്ഷേ റെക്കഗ്നൈസ്ഡ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇവിടെ ഇല്ല. അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് ചെയ്യാവുന്നത് ആ ഒരു റൂട്ടിൽ ഒരു AC എയർ കണ്ടീഷൻഡ് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനുണ്ടാകുന്ന നോർമൽ റെയിൽ ഫെയർ വി ക്യാൻ കൺസിഡർ ആസ് വാല്യൂ പ്രിക്വസിറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡയറക്ട്ലി ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം അവിടെ ഉണ്ടാവും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കോമൺ പോയിന്റ്സ് എന്ന് പറയുന്നത്, റെയിൽവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഫസ്റ്റ് ക്ലാസ് AC റേറ്റ്. ഇനി ത്രൂ എയർ ആണെങ്കിൽ വാല്യൂ പ്രിക്വസിറ്റ് വിൽ ബി ഏതെങ്കിലും എയർലൈൻസിന്റെ അല്ല, നാഷണൽ കാരിയറിൽ, ദാറ്റ് ഈസ് എയർ ഇന്ത്യ, നാഷണൽ കാരിയറിൽ ഒരാൾ പേ ചെയ്യേണ്ടി വരുന്ന എക്കണോമിക് ക്ലാസ് ടിക്കറ്റിന്റെ റേറ്റ് ആണ്. ഓക്കെ, സിമ്പിൾ ആണ്. ഈ പോയിന്റ്സ് ഒക്കെ ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റും. വേറെ സ്പെസിഫിക് ആയിട്ട് ഇവിടെ എക്സംഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രൊവിഷൻ മാത്രം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി, വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇവിടെ സ്കോപ്പ് ഇല്ല. നെക്സ്റ്റ് വൺ, മെഡിക്കൽ ഫെസിലിറ്റീസ്. നെക്സ്റ്റ് പ്രിക്വസിറ്റ് ആണ് മെഡിക്കൽ ഫെസിലിറ്റി. മെഡിക്കൽ ഫെസിലിറ്റി ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഫസ്റ്റ് വൺ, ഹോസ്പിറ്റൽ എന്ന എക്സാമ്പിൾ മാത്രം തൽക്കാലം എടുക്കാം കേട്ടോ. ഹോസ്പിറ്റൽ ഇൻക്ലൂഡ്സ് ക്ലിനിക്, ഡിസ്പെൻസറി, നഴ്സിംഗ് ഹോം, ഇതെല്ലാം ഇൻക്ലൂഡ് ആണ്. പക്ഷെ നമ്മുടെ എക്സാമ്പിൾ പ്രൊഫസിനും നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയും ഹോസ്പിറ്റൽ എന്ന് മാത്രമേ നമ്മൾ തൽക്കാലം പറയുന്നുള്ളൂ. ഓക്കെ, സോ ഹോസ്പിറ്റൽ ഈസ് ഓൺഡ് ബൈ എംപ്ലോയർ. എംപ്ലോയറിന്റെ തന്നെ ഹോസ്പിറ്റലിലാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. വാല്യൂ പ്രിക്വസിറ്റ് ഈസ് എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എംപ്ലോയർ. ഓക്കെ, പക്ഷേ ഒരു പോയിന്റ് ഉണ്ട്, ഇതിന് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് എക്സംപ്റ്റ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്, ലെറ്റ്സ് സേ റിലയൻസിൽ ജോലി ചെയ്യുന്ന ഒരാൾ, റിലയൻസ് ഗ്രൂപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാൾക്ക് ഒരു മെഡിക്കൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായി. റിലയൻസ് ഗ്രൂപ്പ് തന്നെ അയാളെ റിലയൻസ് ഫൗണ്ടേഷൻ, ധീരുഭായ് അംബാനി ഒരു ഹോസ്പിറ്റൽ ഉണ്ട്, എക്സാക്ട് നെയ്യാൻ ഓർക്കുന്നില്ല. റിലയൻസ് ഫൗണ്ടേഷൻ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയാണ് ഇയാൾക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം, പക്ഷേ പെർക്വസിറ്റ് വാല്യുവേഷൻ ഒന്നും വരുന്നില്ല. കാരണം ഇതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട്, മെഡിക്കൽ ഫെസിലിറ്റി ഓൺഡ് ബൈ എംപ്ലോയർ ആയതുകൊണ്ടും എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഒന്നും ഇതിന് കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇറ്റ് ഈസ് എക്സംപ്റ്റ്. നെക്സ്റ്റ് വൺ, ഓക്കെ, നെക്സ്റ്റ് കേസിൽ ഹോസ്പിറ്റൽ
is owned by central government or state government or local authority. ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരൊക്കെയുണ്ട്? ലോക്കൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ ആരെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? ലോക്കൽ അതോറിറ്റി പറയൂ, ടൈപ്പ് ചെയ്യൂ. ലോക്കൽ അതോറിറ്റി ആരൊക്കെയാ? മുനിസിപ്പാലിറ്റി. പിന്നെ മുനിസിപ്പാലിറ്റി മാത്രമേ ഉള്ളൂ? മുനിസിപ്പാലിറ്റി ഉണ്ട്, പിന്നെ മുനിസിപ്പാലിറ്റി ഉണ്ട്, പഞ്ചായത്തുണ്ട്, കോർപ്പറേഷൻ ഉണ്ട്. ഓക്കെ, യു നോ ദാറ്റ്. നെക്സ്റ്റ് വൺ. സോ ഹോസ്പിറ്റൽ ഈസ് ഓൺഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ ഇനി ഒരു വെറൈറ്റി കേസാണ് എനി അതർ പേഴ്സൺ approved by government for treatment of employees. Okay. ഈ ഒരു കേസിലും ഓഫ് കോഴ്സ് ഒരു എക്സ്പെൻഡിച്ചർ ഇൻകർ ആകുന്നുണ്ട്, സത്യമാണ്. ട്രീറ്റ്മെന്റിന് എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമല്ലോ, അത് തന്നെ അല്ലേ സാർ വാല്യുവേഷൻ? അതൊക്കെ തന്നെ വാല്യുവേഷൻ, പക്ഷേ ഇതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ദാറ്റ് ദിസ് ഈസ് നോട്ട് ചാർജബിൾ ടു ടാക്സ്. അറിഞ്ഞിരിക്കാൻ നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു നോളജ്. നെക്സ്റ്റ് വൺ. ഓക്കെ, സോ 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. മൂന്നാമത്തെ കേസ് then hospital. Okay, hospital is not owned by employer. However, the hospital is approved by chief commissioner. Income tax chief commissioner ആണ്, approved by chief commissioner. അങ്ങനെയാണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് ആണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഡിസീസ് അലൗഡ് ഉള്ളൂ. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന് മുമ്പുണ്ടായിരുന്ന 2 കേസിലും എല്ലാ ഡിസീസും എല്ലാ ഇഷ്യൂസും കവേർഡ് ആയിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പ്രിസ്ക്രൈബ്ഡ് ഡിസീസ് ആണ്. നമുക്ക് നോക്കാം എന്താന്ന്. നമുക്ക് റിലവൻസ് ഇല്ല എങ്കിലും ജസ്റ്റ് നമുക്ക് നോക്കിപ്പോവാം. സോ പ്രിസ്ക്രൈബ് ഡിസീസ് മാത്രമേ ഇവിടെ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ സം സോർട്ട് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻകർ ആയിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ മേ ബി റീഇംബേഴ്സ്ഡ് ബൈ എംപ്ലോയർ ഓർ എക്സ്പെൻഡിച്ചർ മേ ബി ഡയറക്ട്ലി പെയ്ഡ് ബൈ എംപ്ലോയർ. എനിവേ എംപ്ലോയറുടെ സ്വന്തം ഹോസ്പിറ്റൽ അല്ല. സോ എക്സ്പെൻഡിച്ചർ ഇൻകർ ആയിട്ടുണ്ട്. വാല്യൂ ഓഫ് റിക്വസിറ്റ് വിൽ ബി, ഈ ഒരു കേസിലും 0 ആണ് വാല്യൂ, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണ്. ഈ ഒരു കേസിലും എക്സംപ്റ്റഡ് ആണ്. ഇവിടെ ഒരു കണ്ടീഷൻ നമ്മൾ ഓർക്കേണ്ടത്, പ്രിസ്ക്രൈബ്ഡ് ഡിസീസസ് ഗിവൺ ഇൻ റൂൾ 3A(2). ഓക്കെ, എക്സംപ്ഷൻ ഉണ്ടെങ്കിൽ, എക്സംപ്ഷൻ കിട്ടണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഹോസ്പിറ്റൽ ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ സെൻട്രൽ ചീഫ് കമ്മീഷണർ. നെക്സ്റ്റ് വൺ, പ്രിസ്ക്രൈബ് ഡിസീസസ് ആയിരിക്കണം. പ്രിസ്ക്രൈബ് ഡിസീസസ് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? റൂൾ 3A(2). നെക്സ്റ്റ് വൺ, there should be some type of expenditure. ആൻഡ് ഫൈനൽ ദെൻ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വിൽ ബി 0, ദാറ്റ് ഈസ് നിൽ. നെക്സ്റ്റ് വൺ. ഇതിനൊന്നും പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ വളരെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള പ്രൊവിഷൻസ് ആണ്. കാരണം ഇപ്പം എംപ്ലോയർക്ക് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ ഉണ്ടാകുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് എംപ്ലോയർ തന്നെ ബെയർ ചെയ്യുവാണ്. ഓക്കെ, ഇനി ഇപ്പൊ എംപ്ലോയർ ഹോസ്പിറ്റലില്ല, പക്ഷേ ഹോസ്പിറ്റലിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ ഉണ്ട്. എക്സ്പെൻഡിച്ചർ ഇൻകർ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻഡിച്ചർ ഒന്നില്ലെങ്കിൽ ഡയറക്ട്ലി നമ്മുടെ എംപ്ലോയർ പേ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് ഒത്തിരി പ്രയോജനമുള്ള പ്രൊവിഷൻസ് ആണ്. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇനിയിപ്പോ അപ്പൊ ട്രീറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പോ നെക്സ്റ്റ് വൺ, ഹെൽത്ത് ഇൻഷുറൻസ്. എല്ലാം ഇൻഷുറൻസിന്റെ പരിപാടിയാണല്ലോ. സോ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ് ഓർ reimbursed by employer. സാർ ഇതൊരു പെർക്വിസിറ്റ് പോലെ ഫീൽ ചെയ്യുന്നില്ല? യെസ് ഉണ്ട്, പക്ഷേ ഈ ഒരു കേസും എക്സംപ്റ്റഡ് ആണ്. വേണമെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് എന്ന് പറയുന്നത് എമൗണ്ട് പെയ്ഡ് ബൈ എംപ്ലോയർ എന്നൊക്കെ പറയാം, പക്ഷേ ടാക്സൽ പെർക്വിസിറ്റ് ഇവിടെ ഇല്ല. വാല്യൂ ഈസ് നിൽ, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എക്സംപ്റ്റ്. പ്രൊവിഷൻ അറിഞ്ഞിരിക്കണം. ഈ അഡ്ജസ്റ്റ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, വലിയ ഡിഫിക്കൽട്ടി ഒന്നും തന്നെ ഇല്ല, എക്സംപ്റ്റഡ് ആണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. നെക്സ്റ്റ് വൺ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ കേസുകളാണ് കേട്ടോ.
Next one. So medical facility outside India. So there is medical facility outside India. First one. Medical treatment outside India. Then exempted amount is amount permitted by RBI. Question, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ ലെറ്റ്സ് സേ total expenses incurred is or expenses reimbursed by employer is 25,000. Then amount permitted by RBI is 11,000. In that case, taxable perquisite will be 14,000. ഈ ഒരു ക്വസ്റ്റ്യനെ ഗുണം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പം. ഡയറക്റ്റ് പ്രൊവിഷൻ ആണ്, അപ്ലൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി, സിമ്പിൾ കാൽക്കുലേഷൻ മതി, നിങ്ങൾക്ക് ഡയറക്ട്ലി ഇതൊക്കെ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വൺ. ഓക്കെ, സോ ഇന്ത്യക്ക് പുറത്ത് ട്രീറ്റ്മെന്റിന് പോയി. ഓക്കെ, ഫൈൻ. പക്ഷെ എങ്ങനെയാ പോകുന്നത്? ദർ ഷുഡ് ബി സം സോർട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. എയർ ടിക്കറ്റ് ആകാം. ഓക്കെ, സോ ലെറ്റ്സ് സേ വാട്ട് അബൌട്ട് ദാറ്റ്? എയർ ടിക്കറ്റ് നമ്മുടെ എംപ്ലോയി റീഇംബേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് ടാക്സബിൾ ആണോ അല്ലയോ നമുക്ക് നോക്കാം. കോസ്റ്റ് ഓൺ ട്രാവൽ ഓഫ് എംപ്ലോയി or any member of his family and one attendant, ഒരു ബൈസ്റ്റാൻഡറെ പോലെ ഒരാളെ കൊണ്ടുപോയേക്കാം. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് പെർക്വിസിറ്റ് വിൽ ബി വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. ഓക്കെ, ഈ ഒരു അതായത് ട്രാവൽ എന്ന് പറയുന്നത് ഒരു പെർക്വിസിറ്റ് ആണ്. ട്രാവൽ എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്ത് കൊടുക്കുക, അല്ല ട്രാവൽ എക്സ്പെൻസ് കമ്പനി തന്നെ പേ ചെയ്യുക. യെസ്, ഇതൊരു പെർക്വിസിറ്റ് തന്നെയാണ്. പക്ഷെ ഇതിന്റെ വാല്യുവേഷൻ പറയുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടാണ്. അതായത് വാല്യൂ പെർക്വിസിറ്റ് ഈസ് രണ്ട് കേസുണ്ട്. വാല്യൂ പെർക്വിസിറ്റ് ഈസ് നിൽ, അല്ലെങ്കിൽ വാല്യൂ പെർക്വിസിറ്റ് ഈസ് എമൗണ്ട് ആക്ച്വലി പെയ്ഡ് by employer. So value of perquisite is nil if total income of employee is less than 2 lakh rupees. യെസ്, സാധാരണക്കാർ മാത്രം ഉദ്ദേശിച്ചു കൊടുത്തിരിക്കുന്ന ഒരു എക്സംഷൻ ആണ്. പിന്നെ ഒന്ന് ആലോചിച്ച് ചോദിക്കുന്നൊക്കെ മനസ്സിലാവും, ഇന്ത്യയുടെ പുറത്തെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയേക്കുന്നത്. സോ മോസ്റ്റ് പ്രോബബിൾ ഈ പ്രൊവിഷൻ, ഈ ഒരു ബെനിഫിറ്റ്, ഈ ഒരു ടാക്സ്, ഈ ഒരു എക്സംഷൻ കിട്ടാൻ എലിജിബിലിറ്റി ഉള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. കാരണം ഇന്ത്യക്ക് പുറത്ത് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുക എന്ന് പറയുന്നത് തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. സോ ഈ പറയുന്ന 2 lakh rupees താഴെ ഇൻകം ഉള്ള ഒരാളാണെങ്കിൽ മാത്രമാണ് ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എക്സംപ്റ്റഡ് ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഫുള്ളി ടാക്സിബിൾ ആണ്. ഓക്കെ, സോ ആക്ച്വൽ എമൗണ്ട് ഈസ് ടാക്സിബിൾ. ഓക്കെ, സോ ട്രാൻസ്പോർട്ടേഷൻ, വിദേശത്ത് പോകുന്ന ട്രാവലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, വിദേശത്ത് പോകുന്ന ട്രീറ്റ്മെന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് വൺ, വിദേശത്ത് പോയി സ്റ്റേ ചെയ്യണമല്ലോ. അവിടുത്തെ സ്റ്റേയുടെ എമൗണ്ടും നമ്മുടെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്തു. ഓക്കെ, അവിടുത്തെ സ്റ്റേയുടെ എമൗണ്ട് നമ്മുടെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സാർ അങ്ങനെയാണെങ്കിൽ അത് പെർക്വിസിറ്റ് വാല്യുവേഷനിൽ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? നമുക്ക് നോക്കാം. കോസ്റ്റ് ഓഫ് സ്റ്റേ ഇൻ എബ്രോഡ്. ഓക്കെ, സോ എംപ്ലോയി ആൻഡ് വൺ അറ്റൻഡന്റ്. നമ്മൾ ഈ പറയുന്ന പ്രൊവിഷൻസ് ഒക്കെ വിദേശത്ത് പോകുന്ന ഒരു കാര്യം ആയതുകൊണ്ടായിരിക്കാം എംപ്ലോയിക്കും എംപ്ലോയറുടെ കൂടെ പോകുന്ന അറ്റൻഡന്റിനും എക്സംഷൻ കൊടുക്കുന്നുണ്ട്.
ഒരു അറ്റൻഡന്റിന് എത്ര പേർക്ക് വേണമെങ്കിലും പോകാൻ പറ്റത്തില്ല, ഒരു അറ്റൻഡന്റിന്. ഓക്കെ, സോ വാട്ട് അബൌട്ട് കോസ്റ്റ് ഓഫ് സ്റ്റേ നമുക്ക് നോക്കാം. amount reimbursed by employer minus amount permitted by ആരായിരിക്കും? RBI. The balance amount will be taxable. That's it. ഈ ഒരു കേസിൽ നമുക്ക് ഇത്രയും പ്രൊവിഷൻസ് ഇവിടെ മാത്രം ഇവിടെ അറിഞ്ഞിരുന്നാൽ മതി. വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ലാത്തൊരു പ്രൊവിഷനാണ്. ഓക്കെ, വലിയ ഡിഫിക്കൽട്ടി ഒന്നും ഇല്ലാത്തൊരു പ്രൊവിഷൻ ആയത്. ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ ആൻസർ പക്ഷേ നിങ്ങൾ തന്നെ ചെയ്യണം. Let's say employer pays insurance of rupees 8,000. ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഓഫ് എംപ്ലോയി. കമ്പ്യൂട്ട് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്, ടാക്സബിൾ പെർക്വിസിറ്റ് നമുക്കറിയണം. എത്രയാ? എത്ര വരും? നിൽ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എംപ്ലോയർ ഹാസ് എ ഹോസ്പിറ്റൽ. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ എക്സംഷൻസ് ഒക്കെ കിട്ടുന്നത് നമ്മുടെ എംപ്ലോയിക്ക് കിട്ടും, എംപ്ലോയിയുടെ റിലേറ്റീവിനും കിട്ടും, വേറെ ആർക്കും കിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, റിലേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ നമുക്ക് ഫോർ ദി സേക്ക് ഓഫ് ക്ലാരിറ്റി നമുക്ക് ഈ രീതിയിൽ അത് ഓർത്താൽ മതി. എംപ്ലോയി ആൻഡ് ഫാമിലി മെമ്പർ, ആ രീതിയിൽ ഓർത്താൽ മതി. ഓക്കെ, അതായത് നമ്മുടെ അങ്കിൾമാർ ആൻറ്റിമാർക്ക് ഒന്നും കിട്ടത്തില്ല, എക്സംഷൻ കിട്ടില്ല, ഫുൾ എമൗണ്ട് ടാക്സ് ആവും. നെക്സ്റ്റ് വൺ. സോ എംപ്ലോയർ ഹാസ് എ ഹോസ്പിറ്റൽ. എംപ്ലോയർ ഓൺസ് എ ഹോസ്പിറ്റൽ. അവിടെ എംപ്ലോയീസിനും ഫാമിലി മെമ്പേഴ്സിനും ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കേസ്. പല കേസുകളും നമുക്ക് ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ, ട്രീറ്റ്മെന്റ് ഓഫ് ലെറ്റ്സ് സേ മിസ്റ്റർ എക്സ് എന്നാണ് നമ്മുടെ എംപ്ലോയിയുടെ പേര്. ട്രീറ്റ്മെന്റ് ഓഫ് മിസ്റ്റർ എക്സ് സൺ ₹4,500. ടാക്സബിൾ ആണോ അല്ലയോ? ടാക്സബിൾ അല്ല. അതിപ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ മിസ്റ്റർ എക്സിന്റെ സൺ ഇദ്ദേഹം ഡിപ്പെൻഡന്റ് ആണെങ്കിലും അല്ലെങ്കിലും നമുക്ക് എക്സംഷൻ കൊടുക്കാവുന്നതാണ് പറയുന്നത്. ബട്ട് ഫോർ ദി സേക്ക് ഓഫ് നമ്മുടെ ഒരു എക്സാമിനേഷൻ അയച്ചാൽ ഡിപ്പെൻഡന്റ് കേസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, എനിവേ നെക്സ്റ്റ് വൺ. Then treatment of Mr. X, that is employee, it is exempt. Next one, treatment of Mr. X's uncle. Answer പറയാം, it is taxable and not exempt. Uncle ആണെങ്കിൽ taxable. Next one. Then nephew. Treatment of Mr. X's nephew. It is taxable. So നമ്മൾ പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സിംപ്ലി സമറൈസ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ മെഡിക്കൽ ഫെസിലിറ്റീസിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മെഡിക്കൽ ഫെസിലിറ്റീസ് അബ്രോഡ് എക്സംപ്റ്റഡ് ആയ കേസുകൾ നമ്മൾ പറഞ്ഞു. പിന്നെ ട്രാൻസ്പോർട്ടേഷന്റെ കേസ് നമ്മൾ നോക്കി. പിന്നെ അത് കഴിഞ്ഞ് കോസ്റ്റ് ഓഫ് സ്റ്റേയുടെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഈ 3 കാറ്റഗറി പെടുന്ന എക്സ്പെൻസുകളാണ് നമുക്ക് ഇവിടെ വരുന്നത്. എല്ലാ കാറ്റഗറിയും അറിഞ്ഞിരിക്കണം. എല്ലാ കാറ്റഗറിയിലും പ്രൊവിഷൻസ് നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇതൊക്കെ വരാറുണ്ട്, ഇതൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന പ്രൊവിഷൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇനി അതർ പെർക്വിസിറ്റ്സ്.
Other perquisites. First one. Domestic servant. വീട്ടിലെ ആവശ്യങ്ങൾക്ക്. ഡൊമസ്റ്റിക് സർവന്റിനെ നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡൊമസ്റ്റിക് സർവന്റിനെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്യാൻ യു ഗസ് ദ ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്? ഗസ് ചെയ്യാവോ? ഗസ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. എനി ഐഡിയ? എന്തായിരിക്കും പെർക്വിസിറ്റ് വാല്യൂ വരുന്നത്? എളുപ്പമാണ്. നമ്മുടെ എംപ്ലോയർ ഒരു ഡൊമസ്റ്റിക് സർവന്റിനെ നമ്മുടെ എംപ്ലോയിയുടെ വീട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സർവന്റിനെ കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മുടെ എംപ്ലോയിക്ക് നഷ്ടമൊന്നുമില്ല, എംപ്ലോയിക്ക് ഈ സർവീസ് കിട്ടുകയും ചെയ്യും. ഓക്കെ, വാട്ട് ഈസ് ദ ടാക്സബിൾ വാല്യൂ പെർക്വിസിറ്റ്? വളരെ സിമ്പിൾ ആണ്. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഈസ് ഈക്വൽ ടു ആക്ച്വൽ കോസ്റ്റ് ടു എംപ്ലോയർ. ഓക്കെ, ഈ പറയുന്ന സർവന്റിന്റെ മന്ത്ലി സാലറി 10,000 ആണെങ്കിൽ ഈ 10,000 ആണ് ഈ പെർക്വിസിറ്റിന്റെ വാല്യൂ. ഇനി ഒരു കേസും കൂടെ ഉള്ളത്, ലെറ്റ്സ് സേ ഒരു മാസം 1000 രൂപ എന്ന രീതിയിൽ ഇങ്ങനെ സർവന്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മാസം 1000 രൂപ എന്ന രീതിയിൽ ഒരു എമൗണ്ട് നമ്മുടെ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നുണ്ട്. മാസം 1000 രൂപ. എനിക്കറിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഈ പെർക്വിസിറ്റ് വാല്യുവേഷൻ എടുക്കുമ്പോൾ 10,000 നിന്ന് ഈ 1000 രൂപ, ദാറ്റ് ഈസ് 1000 റുപ്പീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? കുറയ്ക്കാൻ പറ്റുമോ ഇല്ലയോ? അതായത് ഒരു എംപ്ലോയറെ, ഡൊമസ്റ്റിക് സർവന്റിനെ നമ്മുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എംപ്ലോയിക്ക്. ഇങ്ങനെ ഈ സർവന്റിന് നമ്മുടെ എംപ്ലോയർ കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് 10,000 റുപ്പീസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 10,000 റുപ്പീസ് ആണ് നമ്മുടെ എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം 10,000 റുപ്പീസ് ആണ് നമ്മുടെ എംപ്ലോയിയുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള പെർക്വിസിറ്റ് വാല്യൂ. ഓക്കെ, നമുക്കറിയേണ്ടത് പക്ഷേ ഒരു എമൗണ്ട് ഇങ്ങനെ സർവന്റിനെ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മുടെ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് എല്ലാ മാസവും കട്ട് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ 1000 രൂപ. എന്റെ ക്വസ്റ്റ്യൻ, പെർക്വിസിറ്റ് വാല്യുവേഷൻ എടുക്കുമ്പോൾ 10,000 എടുക്കണോ, അത് 10,000 മൈനസ് 1,000, ദാറ്റ് ഈസ് 9,000 റുപ്പീസ് എടുത്താൽ മതിയോ? നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഈ കേസിൽ എത്ര രൂപ വാല്യൂ എടുക്കണം? 10,000 എടുക്കണോ അതോ 9,000 എടുക്കണോ? അനക്കൊന്നുമില്ലല്ലോ. യെസ്, 9,000 എടുത്താൽ പോരെ. കാരണം 10,000 അല്ല പെർക്വിസിറ്റ് വാല്യൂ, 1000 രൂപ റിക്കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ ബാലൻസ് 9,000 റുപ്പീസ് മാത്രമാണ് ഇവിടെ പെർക്വിസിറ്റ് വാല്യൂ. നെക്സ്റ്റ് വൺ, നമ്മുടെ എംപ്ലോയിയുടെ പ്രോപ്പർട്ടിയിൽ, അതിപ്പം എംപ്ലോയിയുടെ സ്വന്തം വീടായിരിക്കാം, അല്ലെങ്കിൽ കമ്പനി തന്നെ കൊടുക്കുന്നതായിരിക്കാം. എനിവേ, സ്വന്തം വീടാന്ന രീതി നമുക്ക് എടുക്കാം. ഇപ്പം അവിടെ പേ ചെയ്യേണ്ട ഗ്യാസ്, ഇലക്ട്രിസിറ്റി, പിന്നെ അതുപോലെ വാട്ടർ, എംപ്ലോയിയുടെ വീട്ടിലുള്ള ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഈ സർവീസസ്, ഈ പറയുന്ന ഫെസിലിറ്റീസ് എല്ലാം നമ്മുടെ എംപ്ലോയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, എംപ്ലോയർക്ക് സ്വന്തമായിട്ട്, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന അദാനി ഗ്യാസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, അല്ലെ അദാനി ഗ്യാസ്, അല്ലെങ്കിൽ അദാനി ഇലക്ട്രിസിറ്റി, വാട്ടർ. സോ ഈ അദാനി എന്ന് പറഞ്ഞ കമ്പനിക്ക് ഇപ്പോൾ സർവീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ റെസിഡൻഷ്യൽ ഹൗസിൽ ഈ സർവീസസ് എല്ലാം, ഈ ഫെസിലിറ്റീസ് എല്ലാം ഈ പറയുന്ന നിങ്ങളുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റെസിഡൻഷ്യൽ ഏരിയയിൽ, നിങ്ങളുടെ വീടായിരിക്കാം, നിങ്ങളുടെ ക്വാർട്ടേഴ്സ് ആയിരിക്കും, എനിവേ നിങ്ങളുടെ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയിൽ ഈ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങളുടെ എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം എംപ്ലോയർക്ക് സ്വന്തമായിട്ട് ഈ റിസോഴ്സസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർക്വിസിറ്റ് വാല്യുവേഷൻ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസോഴ്സസ് ഓൺഡ് ബൈ എംപ്ലോയർ. ഈ ഒരു കേസിൽ പെർക്വിസിറ്റ് വാല്യുവേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് മാനുഫാക്ചറിങ് കോസ്റ്റ് ഓഫ് എംപ്ലോയർ പെർ യൂണിറ്റ്. മാനുഫാക്ചറിങ് കോസ്റ്റ്, ഇതാണ് വാല്യൂ ഓഫ് പെർക്വിസിറ്റ്. നെക്സ്റ്റ് വൺ, ദെൻ എംപ്ലോയർക്ക് അത്രയ്ക്കുള്ള കപ്പാസിറ്റി ഒന്നുമില്ല. ഓക്കെ, എംപ്ലോയർക്ക് സ്വന്തമായിട്ട് റിസോഴ്സസ് ഒന്നുമില്ല. എംപ്ലോയർ ഈ സർവീസസ് എല്ലാം പുറത്തു നിന്ന് ഓരോ ഏജൻസിയുടെ അടുത്ത് നിന്നാണ്
അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ഏജൻസികൾക്കെല്ലാം നമ്മുടെ എംപ്ലോയർ തന്നെ പേയ്മെന്റ് നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് റിക്വസിറ്റ് എത്രയായിരിക്കും? നിങ്ങൾ പറ. വാല്യൂ ഓഫ് റിക്വസിറ്റ് എത്രയായിരിക്കും? നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഇലക്ട്രിസിറ്റി ബില്ല് പേ ചെയ്യുന്നുണ്ട്, ഗ്യാസ് പേ ചെയ്യുന്നുണ്ട്, വാട്ടർ പേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പെർക്വിസിറ്റ് വാല്യൂ എത്രയാണ്? വാട്ട് വിൽ ബി ദ പെർക്വിസിറ്റ് വാല്യൂ ഇൻ ദിസ് കേസ്? പറയൂ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പെർക്വിസിറ്റ് വാല്യുവേഷൻ എത്ര വരും? പറയൂ. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ ഇതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കാരണം ഈ എക്സ്പെൻസസ് എല്ലാം നിങ്ങളുടെ എംപ്ലോയർ തന്നെ പേ ചെയ്യുന്നത്. യെസ്, അതെ. നമ്മുടെ എംപ്ലോയർക്ക് എന്ത് ചെലവാണ് ഇവിടെ വരുന്നത്? അതാണ് നിങ്ങളുടെ പെർക്വിസിറ്റിന്റെ വാല്യൂ. ലെറ്റ്സ് സേ നിങ്ങൾക്ക് ഒരു മാസത്തെ നിങ്ങളുടെ ഗ്യാസ് ചാർജസ് എന്ന് പറയുന്നത് 1000, ഇലക്ട്രിസിറ്റി ചാർജസ് എന്ന് പറയുന്നത് 5000, വാട്ടർ ചാർജസ് എന്ന് പറയുന്നത് 500. ടോട്ടൽ ഇത്രയും എക്സ്പെൻസ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ എക്സ്പെൻസ് എല്ലാം നിങ്ങളുടെ എംപ്ലോയർ റീഇംബേഴ്സ് ചെയ്യുന്നുണ്ട്, അല്ല എംപ്ലോയർ ഡയറക്ട്ലി പേ ചെയ്യുവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻ. വാല്യൂ പെർക്വിസിറ്റ് വിൽ ബി 6500. ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് വൺ ഒരു വെറൈറ്റി കേസാ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. ഓക്കെ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ടു എംപ്ലോയീസ് ചിൽഡ്രൻ. എംപ്ലോയിക്ക് അല്ല കേട്ടോ, എംപ്ലോയീസ് ചിൽഡ്രൻ. ഓക്കെ, ഫസ്റ്റ് വൺ. നമ്മുടെ എംപ്ലോയർക്ക് സ്വന്തമായിട്ടൊരു സ്കൂളുണ്ട്. നമ്മുടെ എംപ്ലോയർക്ക് സ്വന്തമായിട്ടൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നമ്മുടെ എംപ്ലോയീസിന്റെ മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെർക്വിസിറ്റ് വാല്യുവേഷൻ എത്രയായിരിക്കും? നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? ഓൺഡ് ബൈ എംപ്ലോയർ ആണ്. ഓക്കെ, ഓൺഡ് ബൈ എംപ്ലോയർ. തൗസൻഡ് പെർ മന്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? 1000 പെർ മന്ത് ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ? അത്രയും വന്നാൽ മതിയോ? ഓൺഡ് ബൈ എംപ്ലോയർ ആണെങ്കിൽ വാല്യൂ പെർക്വിസിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ടു ദി എംപ്ലോയർ. കോസ്റ്റ് ടു എംപ്ലോയർ. പക്ഷേ ഒരു സമാധാനമുള്ള ഒരു കാര്യം, ഒരു ഡിഡക്ഷൻ ഉണ്ട് കേട്ടോ. മൈനസ് ഡിഡക്ഷൻ ഓഫ് റുപ്പീസ് 1000 പെർ മന്ത്. ഓക്കെ, then if any amount is recovered, then recovered amount also. That will be the value of perquisite. Next one. Second case. Education facilities are provided by the employer to the children of employee. Okay, second case എന്ന് പറയുന്നത് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതർ സ്കൂൾസിനാണ്. അതായത് നമ്മുടെ എംപ്ലോയറുടെ ഓണർഷിപ്പിലുള്ള സ്കൂളിലല്ല, വേറെ സ്കൂളുകളില്ല. അങ്ങനെയാണെങ്കിൽ വാല്യൂ പെർക്വിസിറ്റ് എത്രയായിരിക്കും? സിമ്പിൾ ആണ്, കോസ്റ്റ് ടു എംപ്ലോയർ മൈനസ് എമൗണ്ട് റിക്കവേർഡ് ഫ്രം എംപ്ലോയി. ഏതെങ്കിലും ഒരു എമൗണ്ട് പിടിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സർവീസ്, ഇങ്ങനെ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മുടെ എംപ്ലോയിയുടെ സാലറിയിൽ നിന്ന് എന്തെങ്കിലും ഒരു എമൗണ്ട് പിടിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ കുറയ്ക്കാം. വാല്യൂ പെർക്വിസിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് വൺ. ദെൻ അപ്പൊ ഈ രണ്ട് കേസ് നമ്മുടെ എംപ്ലോയിയുടെ ചിൽഡ്രന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. എംപ്ലോയീസ് ചിൽഡ്രൻ, ഓൺ ചിൽഡ്രൻ. നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് എംപ്ലോയിയുടെ ചിൽഡ്രൻ അല്ല, മേ ബി എംപ്ലോയിയുടെ ഗ്രാൻഡ് ചിൽഡ്രൻ, അല്ലെങ്കിൽ എംപ്ലോയിയുടെ വീട്ടിലെ മറ്റ് അതർ ഫാമിലി മെമ്പേഴ്സ്. ഒരു വിശാലമനസ്കനായ എംപ്ലോയർ ആണ്. എംപ്ലോയിയുടെ കുടുംബത്തിനും മക്കൾക്ക് മാത്രമല്ല, കുടുംബത്തിലെ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഇയാൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വാല്യൂ ഓഫ് പെർക്വിസിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ മൈനസ് amount recovered if any, amount recovered from employer if any, employee if any. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുട്ടികൾ അങ്ങനെ നോക്കുന്നില്ല. എത്ര കുട്ടികൾ ഉണ്ടെങ്കിലും ഈ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ആയിട്ട് വരും. മറ്റേ 1000 രൂപ കുറയ്ക്കാൻ നമുക്ക് പറ്റും. അത് ഓഫ് കോഴ്സ് അത് ലിമിറ്റ് ഒന്നുമില്ല, 2 ചിൽഡ്രനുള്ള ലിമിറ്റ് ഒന്നുമില്ല. ഓക്കെ.